രചന ഗംഗോത്രി. അവതരണം സ്മിത രാജൻ, പാല. ഭാഗം 1. 11:40 ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയ ഗംഗോത്രി ഒരു ടാക്സി പിടിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് കുതിച്ചു. വരുന്ന കാര്യം ഡ്രൈവറോട് വിളിച്ച് പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഡ്രൈവർ വന്നില്ല. ഒന്ന് വേഗം പോടും, താൻ എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? ഗംഗ ചോദിച്ചു. പെട്ടെന്ന് ഫോണെടുത്ത് ഡ്രൈവറെ വിളിച്ചു. എടോ, താൻ വേഗം എയർപോർട്ടിലേക്ക് വാ, ഞാനൊരു ടാക്സിയിൽ അങ്ങോട്ട് വരുന്നുണ്ട്. ഈ കിഴങ്ങൻ എന്നെ ഇപ്പോഴങ്ങ് എത്തിക്കില്ല. വൈകുന്നേരം എനിക്ക് കേരളത്തിലെത്തണം. ഗംഗ ഫോൺ വെച്ചു. അവൾ ഫോണിൽ ആർക്കൊക്കെയോ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. താൻ അവിടെ നിർത്തിക്കോ, ഗംഗ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു. അതെന്താ മാഡം, ഞാൻ വരാം, പെട്ടെന്ന് പോകാം പ്ലീസ് മാഡം, ഡ്രൈവർ പറഞ്ഞു. വണ്ടി നിർത്ത്. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ അല്പം കടുപ്പിച്ചു പറഞ്ഞു. ഡ്രൈവർ ഒരരികിലായി വണ്ടി നിർത്തി. അവൾ 500 രൂപ എടുത്ത് അയാൾക്ക് നേരെ നീട്ടി. അയാൾ അത് വാങ്ങി തല ചൊറിഞ്ഞ് അല്പം മാറി നിന്നു. ഗംഗ വീണ്ടും ഡ്രൈവറെ വിളിച്ചു. അപ്പോഴേക്കും വെള്ള നിറത്തിലുള്ള ഔഡി കാർ അവളുടെ അരികിലേക്ക് വന്നു. അവൾ കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ടാക്സി ഡ്രൈവർ അവളുടെ അടുത്തേക്ക് വന്നു. മാഡം, 100 രൂപ കൂടി വേണം. ഗംഗ വേഗം പുറത്തേക്കിറങ്ങി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അയാളുടെ കരണത്തൊന്ന് പൊട്ടിച്ചു. പിന്നെ ബാഗ് തുറന്ന് 500 രൂപ കൂടി എടുത്ത് അയാളുടെ മുഖത്തേക്ക് എറിഞ്ഞു. പിന്നെ അവൾ വണ്ടിയിലേക്ക് കയറി. ഡ്രൈവർക്ക് ഒന്നും മനസ്സിലായില്ല. മനസ്സിലാക്കി വന്നപ്പോഴേക്കും കാർ വിട്ടു പോയിരുന്നു. അയാൾ കുനിഞ്ഞ് നിലത്തേക്ക് വീണ 500 രൂപ കൂടി എടുത്തു. അയാളെ കിട്ടിയോടോ, ഗംഗ ചോദിച്ചു. കിട്ടി, ഡ്രൈവർ പറഞ്ഞു. ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നതാണ് ഗംഗക്കുഞ്ഞിനിഷ്ടം. അവർ വേഗം ഗംഗോത്രി അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെന്നു. കേരളത്തിലും വിദേശത്തും ധാരാളം ബിസിനസ് സ്ഥാപനങ്ങളുള്ള യങ് ആൻഡ് എനർജറ്റിക് വനിത ഗംഗോത്രി ശിവറാം. അവൾ മിന്നൽ വേഗത്തിൽ അകത്തേക്ക് ചെന്നു. കസേരയിൽ കൈ പുറകോട്ട് കെട്ടിയ നിലയിൽ ഒരുത്തനെ ഇരുത്തിയിരിക്കും. അവൻ്റെ നേർക്ക് തോക്ക് ചൂണ്ടി മാർവാടിയുടെ നിർദ്ദേശം കാത്ത് അയാളുടെ ഗുണ്ട നിറയൊഴിക്കാനായി കാത്തു നിൽക്കുകയായിരുന്നു. ഗംഗ അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാളുടെ മുഖത്ത് ഭയമുണ്ടായിരുന്നില്ല. മറിച്ച് ചുണ്ടിൽ പൈശാചികമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കാറിലുണ്ടായിരുന്ന ബാഗ് ആരാണ് എടുത്തത്, താൻ കണ്ടിരുന്നു? ഗംഗ ചോദിച്ചു. കാർലോസ്, അയാൾ മറുപടി പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി. അവൾ തോക്ക് വാങ്ങി അയാളുടെ നേരെ ചൂണ്ടി. ഈ പേര് മൊഴിയാനായിരുന്നു താൻ എന്നെ കേരളത്തിൽ നിന്ന് ഇവിടെ വരെ വരുത്തിയത്? ഇവർ ഇത്ര നേരമായി തന്നോട് ചോദിച്ചില്ലേ? അവൾ അയാൾക്ക് നേരെ നിറയൊഴിച്ചു. പക്ഷേ അയാളുടെ ദേഹത്ത് കൊണ്ടില്ല. കൊള്ളാൻ അവൾ ആഗ്രഹിച്ചതുമില്ല. പുറത്തു നിന്ന ഡ്രൈവർ ഇരുചെവികളും പൊത്തിപ്പിടിച്ചു. പിന്നെ ഓടിപ്പോയി കാറിൻ്റെ ഡോർ തുറന്നു പിടിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞിട്ടും ഗംഗയെ കാണുന്നില്ല. ഡ്രൈവർ ഒന്നുകൂടി മുകളിലേക്ക് പോയി നോക്കി. അപ്പോഴാണ് അകത്ത് നിന്ന് സംസാരം കേട്ടത്. ഇയാളെ പറഞ്ഞു വിടടോ, എവിടെ ഒന്ന് വെച്ചാൽ കൊണ്ടുപോയി ആക്ക്. തനിക്ക് വേറൊരു പണിയില്ലേ? അത്യാവശ്യം എഴുതുന്നുണ്ടല്ലോ, അതുമായി മുന്നോട്ട് പോയാൽ പോരെ? എൻ്റെ മുമ്പിലെങ്ങാനും വന്ന് പെട്ടാൽ തൻ്റെ നെഞ്ചു നോക്കി ഞാൻ നിറയൊഴിക്കും, അവൾ അയാളുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ വരുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഡ്രൈവർ ഓടി താഴേക്ക് പോയി. വേഗം വണ്ടിയുടെ ഡോർ തുറന്നു പിടിച്ചു. അവൾ വന്ന് കാറിലേക്ക് കയറി. ഡ്രൈവർ ഡോർ അടച്ച ശേഷം ഡ്രൈവിംഗ് സീറ്റിലേക്ക്. വ്യവസായ പ്രമുഖനും ശതകോടീശ്വരനുമായ ശിവറാം AC മുറിയിൽ ഇരുന്നപ്പോഴും വിയർക്കുന്നുണ്ടായിരുന്നു. മീറ്റിംഗ് നടന്നപ്പോൾ ഫോൺ പങ്കുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് അകത്തേക്ക് കയറിയത്. മീറ്റിംഗ് സമയത്ത് ആരുടെയും കോൾ എടുക്കാറില്ല. ഇതിപ്പോൾ ഗംഗ വിളിച്ചപ്പോൾ അയാൾ തൻ്റെ കയ്യിൽ തന്നതുമില്ല. തിരിച്ചു വിളിച്ചിട്ട് അവൾ എടുക്കുന്നില്ല. ഇനി വരുമ്പോൾ എന്തൊക്കെ പുലിവാലാകുമോ എന്തോ. ഗംഗ വിളിക്കുമ്പോൾ എത്ര തിരക്കായാലും ഫോൺ എടുക്കണമെന്നാണ് ഓർഡർ. ആ പതിവ് ഇന്ന് വരെ തെറ്റിച്ചിട്ടില്ല. ശിവറാമിൻ്റെ PA ആണ് പങ്കജ്. റാം അദ്ദേഹത്തെ പങ്കു എന്നാണ് വിളിക്കുന്നത്. ഒരുപാട് നീണ്ട പേരുകളുള്ളപ്പോഴും കട്ടിയുള്ള പേരുകളുള്ളപ്പോഴും റാം ഓരോരുത്തർക്കും ഓരോ ചെല്ലപ്പേരുകൾ നൽകാറുണ്ട്. ഫോൺ റിങ് ചെയ്തപ്പോൾ റാം വേഗം അതെടുത്തു. സോറി ബേബി, ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു. പങ്കുവിൻ്റെ കയ്യിലായിരുന്നു ഫോൺ. ആര് വിളിച്ചാലും തരണ്ടായെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. നീ വിളിച്ചപ്പോൾ അയാൾ തന്നില്ല. നീ അയാളോട് ക്ഷമിക്ക്. നീ വന്നിട്ട് അയാളുടെ നടുവ് തല്ലിയൊടിച്ചാൽ ഞാൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ എൻ്റെ PA ആയി വെക്കണ്ടേ? അതുകൊണ്ട് തൽക്കാലം നീ ക്ഷമിക്ക്. നിന്റെ പിണക്കം മാറിയോ? ഒന്ന് മിണ്ടട കുട്ടാ, മൈ സ്വീറ്റി അല്ലേ നീ? ലവ് യു, ശിവറാം പറഞ്ഞു.
ഫോൺ പങ്കുവിന് കൊടുക്ക്, ഗംഗ പറഞ്ഞു. റാം പങ്കുവിനെ നോക്കി വാങ്ങിച്ചോ എന്ന ആംഗ്യം കാട്ടി. എന്നിട്ട് ഫോൺ കൊടുത്തു. തൻ്റെ കണ്ണിൽ വെള്ളെഴുത്താണോ? ഞാൻ വിളിച്ചത് താൻ കണ്ടില്ലേ? ഇനി മേലാൽ എൻ്റെ മുമ്പിൽ അറിയാതെ പോലും വന്ന് പെടരുത്. ഇന്ന് താൻ അവധിയെടുത്തോ? അവൾ ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തു. അയാൾ ദയനീയമായി റാമിനെ നോക്കി. പെട്ടെന്ന് പൊയ്ക്കോ, അവളുടെ മുമ്പിൽ പെടണ്ട. ഒന്നുകിൽ പല്ല് അല്ലെങ്കിൽ നടുവ്, രണ്ടിലേതേലും ഉറപ്പാ, റാം പറഞ്ഞു. ഗംഗമോൾ ആകെ ചിരിക്കുന്നത് റാം സാറിൻ്റെ അരികിൽ മാത്രമാണ്. കൂട്ടുകാരെ പോലെ ഒരച്ഛനും മകളും പങ്കു ഓർത്തു.